ഹായ്, അയർലൻഡിനെ കുറിച്ച് അറിയാം. UK തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് അയർലൻഡ്. ഒരു ഐലൻഡ് നേഷനാണ്. ഈ അയർലൻഡിൻ്റെ തന്നെ ഒരു ഭാഗം UK ഭാഗമാണ്, നോർത്തേൺ അയർലൻഡ്. നമ്മളുടെ ഈ അയർലൻഡ് എന്ന് പറയുന്ന സ്റ്റുഡൻസ് പോകുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ സദേൺ അയർലൻഡാണ്. അയർലൻഡിൽ പോയി പഠിക്കുന്നതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ അയർലൻഡ് എന്നുള്ളൊരു രാജ്യത്തെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അയർലൻഡ് ബേസിക്കലി അറിയപ്പെടുന്നത് യൂറോപ്പിൻ്റെ സിലിക്കൺ വാലി എന്നാണ്. സിലിക്കൺ വാലി നിങ്ങൾക്ക് അറിയായിരിക്കാം, US സിലിക്കൺ വാലി. കാരണം ഏറ്റവും കൂടുതൽ IT അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള പല കമ്പനീസും അവിടെ ഉള്ളതാണ്. അതുപോലെ തന്നെ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അയർലൻഡിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടെക്നോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സും അവൈലബിൾ ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് അയർലൻഡ്. അയർലൻഡിൽ ഏറ്റവും കൂടുതൽ ടെക്നോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ആണ് അയർലൻഡിൽ ഏറ്റവും കൂടുതൽ പോകാൻ താല്പര്യപ്പെടുന്നത്. സദേൺ അയർലൻഡിൽ വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ആക്ച്വലി അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം വേൾഡ് റാങ്കിങ്ങിൽ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ബ്ലൂംബർഗിൻ്റെ ഒരു റിസർച്ച് പ്രകാരം 16th ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ മോൾഡ് ചെയ്തിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 16th റാങ്കിങ് അയർലൻഡിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് കിട്ടിയത്. അത് തന്നെ അതിൻ്റെ ഒരു തെളിവാണ് അവിടെ പഠിക്കുന്നതിൻ്റെയും അവിടുത്തെ പഠിച്ച് പുറത്തിറങ്ങുന്നതിൻ്റെയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് എത്രമാത്രം വരും എന്നുള്ളതിനുള്ളത്. ഒരു സ്റ്റഡീസ് പ്രകാരം 80% ഓഫ് ഗ്രാജുവേറ്റ്സ് ഫ്രം അയർലൻഡ് അവർക്ക് ജോബ് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ 60% ആളുകളും അയർലൻഡിൽ തന്നെ ജോബ് പ്ലേസ്ഡ് ആയിട്ട് ഉണ്ട് എന്നുള്ള ഒരു സ്റ്റഡി റിസർച്ചും പുറത്തു വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബേസിക്കലി നമുക്ക് അയർലൻഡിൽ വേണ്ട റിക്വയർമെന്റും അതേപോലെ തന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി ഫിൻടെക് അല്ലെങ്കിൽ ബയോടെക് അല്ലെങ്കിൽ ഫാം ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് കൂടുതലും അവിടെ പോസിബിലിറ്റി ഉള്ളതും അവിടെ പോയി പഠിക്കാൻ ഏറ്റവും നല്ലത്. അയർലൻഡ് എന്ന് പറഞ്ഞ കൺട്രി അത്യാവശ്യം പാർട്ട് ടൈം കാര്യങ്ങൾക്കെല്ലാം വളരെ പോസിബിലിറ്റി ഉള്ളൊരു കൺട്രി തന്നെയാണ് അയർലൻഡ്. പ്രത്യേകിച്ച് മേജർ സിറ്റീസ് ഡബ്ലിൻ അല്ലെങ്കിൽ കോർക്ക്, ഈ ഏരിയാസ് എല്ലാം അത്യാവശ്യം പോകാനും പഠിക്കാനും സ്റ്റുഡൻസിന് പാർട്ട് ടൈം കിട്ടാനും പോസിബിലിറ്റി ഉള്ളൊരു റീജിയനാണ്. അയർലൻഡിൽ UG കോഴ്സസും PG കോഴ്സസും ഉണ്ട്. 2 കോഴ്സുകൾക്കും IELTS മാൻഡേറ്ററി ആണ് അയർലൻഡിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് വിത്ത് വർക്ക് എക്സ്പീരിയൻസ്, ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വിത്ത് വർക്ക് എക്സ്പീരിയൻസ്, അതുപോലെ പാസ്പോർട്ട്, നിങ്ങളുടെ CV, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, SOP തുടങ്ങിയ എല്ലാ ഡോക്യുമെന്റ്സും വെച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുക. അയർലൻഡിൽ മോസ്റ്റ്ലി എല്ലാ യൂണിവേഴ്സിറ്റിയിലും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് വേരി ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് യൂണിവേഴ്സിറ്റി ആണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് അറിയാനും നിങ്ങളുടെ അവിടുത്തെ എലിജിബിലിറ്റി ഡീറ്റെയിൽസും കോഴ്സ് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അയർലൻഡിൻ്റെ മറ്റൊരു ബെനിഫിറ്റാണ് മറ്റുള്ള യൂറോപ്യൻ കൺട്രീസ്, ജർമ്മനി വിട്ടിട്ട് നമ്മൾ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസ്, ഇപ്പോൾ UK അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രാൻസോ അതല്ലെങ്കിൽ സ്പെയിനോ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അയർലൻഡിൻ്റെ കുറേ കൂടി അഫോർഡബിൾ ഫീസാണ് മറ്റ് കൺട്രികളെ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ നല്ല സ്കോളർഷിപ്പും സ്റ്റുഡൻസിന് അയർലൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അയർലൻഡിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഫോർഡബിൾ ഫീസ് വിത്ത് യൂറോപ്പ് എന്ന് ട്രൈ ചെയ്യുന്ന ഒരു കാറ്റഗറി സ്റ്റുഡൻസിന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു രാജ്യമാണ് അയർലൻഡ്. അതുപോലെ തന്നെ അയർലൻഡിൽ 1 year കോഴ്സിനും അവിടെ 1 year സ്റ്റേ ബാക്ക് ഉണ്ട്, വിച്ച് ഈസ് എക്സ്റ്റെൻഡബിൾ ടു അനദർ 1 year. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 year കോഴ്സ് പഠിക്കുന്ന ഒരാൾക്ക് അവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അപ് ടു 2 years സ്റ്റേ ബാക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സെയിം ലൈക്ക് യുകെയിൽ 1 year പഠിച്ചിട്ട് 2 years ഡയറക്റ്റ് സ്റ്റേ ബാക്ക് ആണെങ്കിൽ അയർലൻഡിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് 2 years വരെ അവിടെ സ്റ്റേ ബാക്ക് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ അയർലൻഡിൽ 60% മാർക്ക് അല്ലെങ്കിൽ 55% മേളിലോട്ട് മാർക്ക് മാൻഡേറ്ററി ആണ്. 60% എങ്കിലും ഉണ്ടെങ്കിലാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടുത്തെ അഡ്മിഷൻസ് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ അയർലൻഡിൽ പേപ്പർ പ്രോസസ്സിങ്, നമ്മുടെ ഡോക്യുമെന്റേഷൻ പ്രോസസ്സിങ് ഡ്യൂറേഷൻ കുറച്ച് കൂടുതലാണ്. കാരണം നോർമലി ഒരു 5 to 6 months എങ്കിലും എടുക്കും നിങ്ങളുടെ ടോട്ടൽ ആപ്ലിക്കേഷൻ ചെയ്ത് നിങ്ങളുടെ വിസ പ്രോസസ്സിങ്ങിലേക്ക് എത്തി നിങ്ങൾക്ക് അവിടെ പോകാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ മെയിൻലി 2 ഇൻടേക്കാണ് ഉള്ളത്. ഒന്ന് ഫെബ്രുവരി, വേറെ ഒന്ന് ജൂൺ ജൂലൈ ഇൻടേക്കുകളാണ് ഉള്ളത്.
ഈ 2 ഇൻടേക്കിലേക്കാണെങ്കിലും നിങ്ങൾ മിനിമം ഒരു 6 months എങ്കിലും മുമ്പ് ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി നിങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം. കാരണം അവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണോ ഉള്ളൂ, നിങ്ങൾക്കറിയാം. കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസേ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പം പ്രത്യേകിച്ച് നിങ്ങൾ ഡബ്ലിൻ അല്ലെങ്കിൽ റീജിയണൽ ഏരിയകളിലൊക്കെയാണ് നിങ്ങൾ അഡ്മിഷൻസ് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം അഡ്മിഷൻസ് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ അഡ്മിഷൻസ് നേരത്തെ ഫില്ലായി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ ഇനി കോഴ്സൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു സ്റ്റേ ബാക്ക് എടുത്തു, അല്ലെങ്കിൽ കോഴ്സ് കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒരു വർക്ക് വിസയിലോട്ട് മാറുകയാണെങ്കിൽ അവിടെ 2 ടൈപ്പ് ഓഫ് വർക്ക് വിസയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ക്രിട്ടിക്കൽ സ്കിൽഡ് വർക്ക് വിസയും ഒന്ന് ജനറൽ കാറ്റഗറിയിലുള്ള വർക്ക് വിസയാണ്. ഈ 2 കാറ്റഗറിയും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഇല്ല. പക്ഷേ ഈ നോർമലി ഷോർട്ടേജ് ഓക്യുപ്പൻസി ലിസ്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ക്രിട്ടിക്കൽ സ്കിൽഡ് വർക്ക് വിസ വരുന്നത്. അത് രണ്ടും 2 years ആണ് നിങ്ങളുടെ വർക്ക് വിസയുടെ ഡ്യൂറേഷൻ. ഫസ്റ്റ് ഇനീഷ്യലി നിങ്ങൾക്ക് കിട്ടുക, അതിനുശേഷം 3 years നിന്നതിന് ശേഷം നിങ്ങൾ ജനറൽ കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ 5 years നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 1 year നിന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക്, എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 months ശേഷം മാത്രമേ നിങ്ങൾക്ക് ഫാമിലീനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതേ ഈ ക്രിട്ടിക്കൽ സ്കിൽഡിൽ പെട്ട അല്ലെങ്കിൽ ഈ ഷോർട്ട് ലിസ്റ്റഡ് സ്കില്ലിൽ പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾക്ക് ഫാമിലിനെ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ 2 years ശേഷം ആ വിസയിൽ 2 years ശേഷം നിങ്ങൾക്ക് അവിടെ PR അപ്ലൈ ചെയ്യാനും പറ്റും. മറ്റേത് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ 3 years കൂടെ നിൽക്കേണ്ടി വരുന്നത് മാത്രം. അപ്പോൾ ഇതാണ് അയർലൻഡിനെ കുറിച്ച് മെയിനായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എല്ലാം ഞാൻ അഡ്രസ്സ് ചെയ്തു എന്ന് തോന്നുന്നു. പിന്നെ അയർലൻഡിൻ്റെ ഒരു കോൺ പറയുകയാണെങ്കിൽ അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് ഇൻസൈഡ് ദ സിറ്റി, പ്രത്യേകിച്ച് ഡബ്ലിൻ, വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും കൂടുതൽ ഈ സിറ്റികളുടെ ഉള്ളിലാണ്. കാരണം കുറേ കൂടെ ഔട്ടർ ഓഫ് അയർലൻഡിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കൂടെ റൂറൽ ഏരിയാസ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ സ്ഥലം മാത്രമേ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റീസും ഉള്ളൂ. പുറത്തോട്ട് ഔട്ടർ സിറ്റിയുടെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതലും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കുറേ ഫാം ലാൻഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി സാധ്യതയും വളരെ കുറവായിരിക്കും. പിന്നെ അങ്ങനെ കൂടുതൽ മൂവ് ചെയ്ത് പോണത് ഇപ്പോൾ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്ത ആൾക്കാരാണ് കൂടുതലും അയർലൻഡിൽ പുറത്തോട്ട് മൂവ് ചെയ്യുന്നത്. പിന്നെ വേറൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയർലൻഡിൽ സ്പീക്കിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞാൽ പോലും അവരുടെ ഐറിഷ് ആക്സെൻറ്റ് നിങ്ങൾക്ക് പിക്ക് ചെയ്തെടുക്കാനും മനസ്സിലാക്കാനും കുറച്ച് സമയം എടുക്കാൻ സാധ്യതയുണ്ട്. ഈ 2 ക്രൈറ്റീരിയസ് മാത്രമാണ്, ഈ 2 കാര്യങ്ങൾ മാത്രമാണ് അയർലൻഡിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്. വേറെ അയർലൻഡ് വളരെ വെൽക്കമിങ് കൺട്രിയാണ്. വേൾഡിൽ 14th പൊസിഷനിലാണ് ഹാപ്പിയസ്റ്റ് കൺട്രീസിൽ. അതുപോലെ തന്നെ അവിടെ ഒരു ഏജിങ് പോപ്പുലേഷൻ ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ എക്കണോമിക്ക് ബൂം ചെയ്യാൻ അത്യാവശ്യം ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസിനെ ഇപ്പോൾ ഇവരിപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ ഇപ്പോൾ എടുക്കുന്നുണ്ട്. വിത്ത് IELTS ഉള്ള സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ കുറേ കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അയർലൻഡ് കൺസിഡർ ചെയ്യാം. ആൻഡ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം. അതുപോലെ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് അവർ ചാനൽ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടുതൽ എത്തിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.